പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രത്യക്ഷീണ പ്രാർത്ഥന സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഇന്നത്തെ നിയോഗമാണ് സമർപ്പിക്കേണ്ടത്. അത് വളരെ വിശ്വാസത്തോടെ കൈകൾ കൂപ്പി കണ്ണടച്ച് ശിരസ് നമിച്ചാണ് നിയോഗം സമർപ്പിക്കേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഫീഡിംഗ് പ്രെയർ എന്ന് പറയും. ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന, ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ ഗ്യാരണ്ടീഡാണ്. കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ് എന്നാണ് ബിഷപ്പ് ഷീൻ പറയണത്. അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനം, ഉടമ്പടി എന്നും പറയുന്നത്. അപ്പോൾ ലെറ്റ് us come to the prayer. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. ആയിരക്കണക്കിന് മക്കളെ കൈകൾ കൂപ്പി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണം. സത്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തധമനികളിലെ ശരീര കോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ആന്തരികമായ രോഗങ്ങൾ, ആന്തരിക അവയവത്തിൻ്റെ നിർവീക്യങ്ങൾ, സിസ്റ്റുകൾ, മുഴകൾ, ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ചൊരു മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവേ, അങ്ങനെ തിരുക്കുമാരെ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കർത്താവെ, മനസ്സിടിഞ്ഞ മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിലുണ്ട്. ഇപ്പോഴും കർത്താവെ, എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട്. കടക്കാരിൽ നിന്ന് വരേണ്ട ദിവസമുണ്ട്, കടം കൊടുക്കേണ്ട ദിവസം, കടം കൊടുത്തവർക്ക് തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട്. ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളിലും ഒക്കെ പോകേണ്ടവരുണ്ട്. അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധമ്മ ദേവമാതാവിന്റെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിന് ഏൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ നാമത്തിൽ ആശ്രയിച്ചവരാരും ലജ്ജിക്കാൻ ഇടയാക്കിയിട്ടില്ല. കർത്താവിന് വലിയ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസിസ് ഉള്ളവരും
ചിരങ്ങുള്ളവരും ത്വക്ക് രോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട്, അവരെയും കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീർവീക്കമുള്ള ശരീരങ്ങൾ, കണ്ണിന് കാഴ്ച മങ്ങിയവര്, മുക്കിൽ നിന്ന് എപ്പോഴും ഒലിപ്പുള്ളവര്, നവദോരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്നവർ, വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവെ, ബാക്ടീരിയയുടെ വൈറസിന്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, പനിച്ച് കിടക്കുന്നവര്, കർത്താവെ നിന്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല പല രോഗങ്ങൾക്ക് മരുന്ന് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഈശോയെ അവരെല്ലാം നീ അങ്ങനെയെല്ലാം സ്പർശിക്കണം. കർത്താവ് ആശുപത്രി കഴിയുന്നവർ, ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ, പണമില്ലാത്തതുകൊണ്ട് ഈശോയെ പണം തേടിപ്പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ആര് തരുമെന്ന് ആശങ്കയുള്ളവരുണ്ട് കർത്താവെ. ഓരോരോ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ച് വിടാനും വീട് വെക്കാനും ഒക്കെ സാമ്പത്തികമായ മാർഗങ്ങൾ സ്രോതസ് അന്വേഷിക്കുന്ന, ജോലി അന്വേഷിക്കുന്നവരും കർത്താവെ കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് വിത്ത് ഹെൽഡായി പോയിട്ടുള്ള അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ മക്കളും മനഃപൂർവ്വം സഹായിക്കാത്തവരുണ്ട്, മനഃപൂർവ്വം ഇട്ട് നടത്തുന്നവരുണ്ട്, അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവെ ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട്, പക്ഷെ ലീവ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട്. അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവമേ നിന്റെ വലിയ ശക്തിനെ മക്കളെ കേൾക്കണം. ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട്, പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട്. അവരെല്ലാം കർത്താവ് നിന്നിൽ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ പേരിലെ ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷമാണ്, 5-ാം അധ്യായം 37-ാമത്തെ വചനം. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ലൂക്കാ സുവിശേഷം 5:36 വായിക്കാൻ പോണേനെ. അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട, ഞാനത് ഈ ദിവസങ്ങളിലെ ഉടമ്പടിയെക്കുറിച്ച് ഒറ്റക്ക് ധ്യാനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണിത്. ഞാനടുത്ത് എന്തെങ്കിലും ഉടമ്പടിയായിട്ട് എന്നാ ബന്ധവും? അപ്പോഴേ കർത്താവ് പറഞ്ഞത്, നമ്മൾ ഉടമ്പടി എടുക്കുന്നതോട് കൂടി ഒരു വ്യക്തി പഴയതിൻ്റെ കൂടെ ചേർക്കരുതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പറ്റിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൃപാസനത്തിൽ നോക്കണില്ലേ, ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെട്ട നോൺ ക്രിസ്ത്യൻസാണ്, പിന്നെ നോൺ കാത്തലിക്സാണ്. എന്താ കാര്യം? അവർ പഴയതിൻ്റെ കൂടെ പുതിയ ചേർക്കത്തില്ല, അവർ പുതിയതായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത്. കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കിന് വരുന്നൊരു പ്രശ്നം, കത്തോലിക്കിന് ഈ വിശ്വാസപ്രമാണവും സ്വർഗസ്ഥനായ നമ്മൾ അറിഞ്ഞ പറയും കുമ്പസാരവും കുർബാനയും ഒക്കെ അറിയാം. അതുകൊണ്ട് അവർ പണ്ട് തന്നെ അവരിങ്ങനെ വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ അടിച്ചു തല്ലി ചെയ്തുകൊണ്ടിരിക്കരുത്. അവർ വിചാരിക്കും അത് തന്നെയല്ലേ ഇത്, എന്താ പിന്നെ അത് നമ്മൾ ചെയ്താൽ പോരെ, അതാണ് സംഭവം. അത് പഴയതിൻ്റെ കൂടെ ഈ ഉടമ്പടി എടുത്തവർ പഴയ സംഭവത്തിൻ്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പ്രസരിപ്പോടെ ആദ്യമായിട്ട് സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോടെ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. അത് ആദ്യമായിട്ട് തന്നെ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഉടമ്പടി ഇന്ന് വരെ നമ്മൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളില്ലേ. എത്രയോ പേരാണ് രോഗികളെ കുളിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നഖം വെട്ടി കൊടുക്കുക, അവരുടെ വസ്ത്രം അലക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെ പണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്, പുതിയ കാര്യമാണ്. എത്രയോ പേരാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടുമ്പോൾ ഒരു ചോറ് പൊതി കൂടി കെട്ടി കൃത്യമായിട്ട്, എനിക്കൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ അയാൾ കൃത്യമായിട്ട് 12:30 എവിടെ പോയാലും ആ ഓട്ടോ അയാൾ എടുക്കത്തില്ല. 12:30 മരച്ചുവട്ടൊരു അമ്മച്ചിരിപ്പുണ്ട്, ആരോരും ഇല്ലാത്ത.
അവിടുത്തെ കൊണ്ടുവന്നൊരു ചോറ് കൊടുക്കാൻ വേണ്ടി അയാൾ ഓട്ടം കട്ട് ചെയ്യും. അപ്പോൾ എല്ലാം പുതിയ മനുഷ്യരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ദൈവത്തിൻ്റെ ഒരു രീതി അറിയാൻ പറ്റില്ലേ, ഓരോ പുതിയ പ്രഭാതത്തിലും ഞാൻ നിന്നെ പുതിയ സ്നേഹത്തല്ല നമ്മൾ അഭിഷേകം ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഉടമ്പടിയോടുകൂടി ഒരു പുതിയ സ്നേഹം വേണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങളുടെ പുസ്തകം 3:22 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കണ്ട, ദൈവത്തിന്റെ സ്നേഹം പോലും ഓരോ ദിവസവും ഇന്നലത്തെ സ്നേഹമല്ല ഇന്ന്. അപ്പൊ നമുക്ക് തിരിച്ച് ദൈവത്തോട് കാണിക്കേണ്ടത് എന്താണ്? അത് തന്നെയാണ്. ഇന്നലത്തെ സ്നേഹം ആയിരിക്കരുത് ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത്. അതിനേക്കാൾ കുറയണമെന്നല്ല, അതിനേക്കാൾ കൂടണം. അതാണ് ഈശോ പറയണത്, പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലെ ആക്കരുതെന്ന്. കാര്യം ഇവിടുന്ന് പുതിയ വസ്ത്രം കീറിയെടുത്തിട്ട് പഴയ വസ്ത്രം കൂടെ ചേർത്ത് വെക്കരുത്. നിങ്ങൾ ഇവിടുന്ന്, അതായത് അപ്പം പുതിയ ഡാമേജ് ആവും, പഴയതും ഡാമേജ് ആകും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ്. ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഇപ്പം പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത്. എന്താണ്? 2:37 എടുത്ത് നടപടി 2:37. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37. നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്രോസ് തോന്നിയ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങളുണ്ടാകും. അല്ലാത്തൊരു വായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശദീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന്. വിജയം പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞു, ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനന്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞത് എന്താണ്? 2:37 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞു. പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്? ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതെന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്.
ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി, മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചില്ല ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട, നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നാ ഞങ്ങൾ അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണ് ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വാളും പരിചയം വെക്കുക, വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓൻ തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ജയിച്ച എത്ര കൊല്ലത്തിൽ ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വൈകുന്നൊക്കെ കൊമ്പും കോലിട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീ ആയാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും. നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരുടെ കൊച്ചാണ് ശരി, അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വീണ് എഴുന്നേറ്റ് പോകും. ആരും മൈൻഡ് ചെയ്യാനാണ്. ഇപ്പോൾ മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ. ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവളുടെ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ പോകുന്നതൊക്കെ കൊടുത്തിട്ട് പോരാൻ പറയും. ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? ഇപ്പോൾ അമ്മയെ സംബന്ധിച്ചത് ഇപ്പോൾ ക്ലിൻ്റൺ അച്ഛൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ 2 പേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചിലത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കും എന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ എൻ്റെ ഹൃദയവിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയവിചാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ തിരുസന്നിധി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം.
നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മകളെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുക ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. വിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ടാ പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്? നിൻ്റെ ഗുണ്ടാ പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം. ഉടമ്പടിയാണെങ്കിൽ എടുത്തിരിക്കണം, കൊട്ടേഷൻ എടുത്തിരിക്കണം മാതാവിൻ്റെ. അപ്പോൾ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങേ സ്വീകരിക്കാൻ ആത്മാവിൽ നിറയാൻ ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കണം. എന്താണ്? ആത്മാവേ എന്നിൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനന്റ് റിട്രീറ്റ് എന്താ ഓരോ ഉണ്ട്. ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനന്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനന്റ് എന്തുമാത്രമാണെന്ന് അറിയാവോ? ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനന്റ്. ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത്. ഞാൻ പഠിപ്പും തൊങ്ങളിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഈസ് ദ മെൻറ്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ്, ഇറ്റ് വിൽ ബി റിവീൽഡ്. അതാണ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണത്. അപ്പം നിങ്ങൾ അതിനെ അബൈഡ് ചെയ്ത് വരണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനത്തിലെ അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എൻ്റെ ആത്മാവിനെ ഒരുക്കണമേ, എൻ്റെ ഹൃദയത്തെ നുറുക്കണമേ, എൻ്റെ ആത്മാവിനെ ഒരുക്കണമേ, എൻ്റെ ഹൃദയത്തെ നുറുക്കണമേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വസിച്ച സഭയുടെ ആത്മാവേ, എന്നെ അഭിഷേകിക്കണമേ, അഭിഷേകിക്കണമേ, എന്നെ അഭിഷേകിക്കണമേ. ഞാൻ കർത്താവിന്റെ കൈകാലുമായി അപ്പോസ്തലന്മാരെ പോലെ കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിങ്. എന്താണ്? ഫസ്റ്റ് ടൈം വേർഡ് കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമേ കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹൃദയം നുറങ്ങണം. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തിന് അനുപേക്ഷണമായിട്ട് യോഹന്നാൻ 15:3 വർക്കൗട്ട് ചെയ്യണം. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഹൃദയം നുറുങ്ങിയിട്ട് ജനങ്ങളെ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ്? ഫസ്റ്റ് ക്രൈ. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ്സ് ഫസ്റ്റ് ക്രൈ, ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വചനം ശ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി, ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ പത്രോസിന്. എന്താ പറയണത്? അവൻ പറയണത് പോലെ. അവൻ പറഞ്ഞത് എന്താ? പർക്കോസിന്റെ 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മനസ്സിലായില്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ്? പത്രോസ് എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ എന്നല്ലേ?
അത് ആ ലൂക്ക്, അതായത് നടപടിയുടെ 2:38 നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്രോസ് ആണെങ്കിൽ അത് പറഞ്ഞ പത്രോസ് അല്ലല്ലോ. അതാരാ പറഞ്ഞത്? കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ്. എന്താണ്? ടൈം. ദ ടൈം ഇസ് അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമയം പൂർത്തിയായിരിക്കുന്നു. ദ ടൈം ഇസ് അക്കംപ്ലിഷ്ഡ്. സമയം പൂർത്തിയായി. നിന്റെ സമയം, വചനം എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് വെരി സിമ്പിളാണ്. നോക്കിയേ, ആദ്യമേ പെന്തക്കോസ്തായിൽ ആത്മാവിനെ പത്രോസിന് ലഭിക്കുന്നു, സ്ലീഹന്മാർക്ക് ലഭിക്കുന്നു. അത് കണ്ടു നിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു, എന്താണ്? ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേ അത് കവനന്റിൻ്റെ ഫോർമാറ്റാണ്. പത്രോസ് എന്താ പറയും? അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അവനെന്താണ് ആദ്യം പറഞ്ഞത്? അവൻ പറഞ്ഞത് മർക്കോസ് 1:15 എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആത്മാവിനെ കിട്ടും. അപ്പോൾ കവനൻ്റ് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ഒരു ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് ടൈമും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആത്മാവിൻ്റെ അഭിഷേകമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതിനകത്തുള്ള ഒരു ടോപ്പ് സെക്യൂരിറ്റി എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മളുടെ ഒരു നോട്ടിൽ 17 സെക്യൂരിറ്റി മാർക്കുകളുണ്ട് അല്ലേ? ഒരു നോട്ടിൽ 500 നോട്ടിലൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ച 17-18 സെക്യൂരിറ്റി മാർക്കുകളുണ്ട്. നമുക്ക് 1-2 മാർക്ക് അറിയാൻ പറ്റും. നമുക്ക് ജലമുദ്ര അറിയാം. അത് നോക്കുമ്പോൾ അശോക ചക്രമൊക്കെ ഇരിക്കണ കാണാം അതിനകത്ത്. പിന്നെ വാട്ടർ മാർക്ക് കാണാം. പക്ഷേ ഗവൺമെൻറ്റിന് അറിയാം 17 ഉണ്ട്. കള്ളനോട്ടും ഒറിജിനൽ നോട്ടും തമ്മിൽ ഗവൺമെൻറ് അംഗീകരിച്ച 17 സെക്യൂരിറ്റി നോട്ടുണ്ട്. അപ്പോൾ 17 സെക്യൂരിറ്റി നോട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് റിയൽ നോട്ടാണെന്ന്. അതിന് മൂല്യം, ഇന്ത്യയിൽ മൂല്യം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അകത്താവും. വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് അവർ ചോദിക്കും. റൂട്ട് ചെയ്ത് പിന്നെ പണിയായിരിക്കും. പിന്നെ 10,000 ചോദ്യങ്ങൾ വരണം. അപ്പം ഇതുപോലെ കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ സെക്യൂരിറ്റി ത്രെഡുകളുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങളുടെ കയ്യിരിക്കുന്ന സംഭവത്തിന് കണ്ണടയില്ലെങ്കിൽ പണിയാകും. നിങ്ങളുടെ പല ഉടമ്പടിക്കും സെക്യൂരിറ്റി ത്രെഡുകളില്ല ആൾക്കാർക്ക്. ഉടമ്പടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ത്രെഡ് ഉറപ്പ് വരുത്തണം. എന്നുവെച്ചാൽ ഉടമ്പടി എന്താണ് നമ്മൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, അത് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ സെക്യൂരിറ്റി ത്രെഡ് ഓക്കെ ആവും. എന്താ കാര്യം ചെയ്തത്? ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രശ്നമില്ല. എന്താ കാര്യം? പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ദൈവം ചെയ്യേണ്ടതാണ്. നമ്മളുടെ കാര്യം, നമ്മുടെ ഭാഗത്ത് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഈ 500 രൂപ നോട്ട് ലോകത്ത് എവിടെ കൊടുത്താലും വാല്യൂ ഉള്ളതാണ്. കാര്യം എന്താണ്? അത് കള്ളനോട്ടല്ല. കവനൻ്റ് അങ്ങനെയാണ്. കവനൻ്റിൻ്റെ സെക്യൂരിറ്റി ത്രെഡുകളെല്ലാം നിങ്ങളുടെ ഇവാഞ്ചലൈസേഷൻ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസം അറിയിക്കുക, ആതുര സേവനം ചെയ്യുക, വിശുദ്ധിയോടെ ജീവിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്യുക, കുടുംബത്തിൽ മാന്യമര്യാദ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, അവതാരത്തോടെ ജീവിക്കുക, കാരുണ്യത്തോടെ ജീവിക്കുക. അങ്ങനെ ജീവിത രീതി സെക്യൂരിറ്റി ത്രെഡെല്ലാം കീപ്പ് ചെയ്താൽ ഇത് എവിടെ പോയാലും ഏത് കാലത്തും ഇത് വർക്കൗട്ട് ചെയ്യും. നമുക്ക് നോട്ട് പഴയതായാലും പോലും, ഉടമ്പടി പഴയതായാൽ പോലും പുതിയതിൻ്റെ വിലയല്ലേ അതിനുള്ളത്. 500 രൂപയ്ക്ക് പഴയ നോട്ടാണെന്ന് പറഞ്ഞാൽ അതിന് 5 രൂപയുടെ വിലയല്ലല്ലോ. അപ്പോൾ ഉടമ്പടി പഴയതാണെങ്കിലും നിങ്ങൾ പാലിച്ചു പോകുകയാണെങ്കിൽ പുതിയതിൻ്റെ വിലയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതെന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് സങ്കീർത്തനം എടുത്ത മക്കളെ, സങ്കീർത്തനം 89:34. ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് പറയണതാണ്, നമ്മുടെ ഭാഗത്തുനിന്നല്ലേ. നിങ്ങൾ ഉഴപ്പിയാലും ഞാൻ ഉഴപ്പത്തില്ലെന്ന് പറയണ പച്ച മലയാളത്തില്. എന്താ പറയുക? സങ്കീർത്തനം 89:34. എന്താ ഒന്ന് വായിച്ചേ? ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല, ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരുത്തുകയില്ല. അപ്പൊ ഇത് 100% ഷുവറായിട്ട് അവസാനം വരെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഇത് രാത്രിയിലാണെങ്കിൽ ദൈവം എന്താ ചെയ്യണത്? വിശ്വസ്തത. അതാ സങ്കീർത്തനം 92:3 പറയണത് എന്താണ്? നിന്റെ രാത്രിയിൽ ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. അത് കാര്യം നിന്റെ രാത്രി എന്ന് പറയുമ്പോൾ കണ്ണ് കാണാൻ പാടില്ലാതെ നടക്കണേ, ബുദ്ധിയും ബോധവും ഇല്ലാതെ വലിയൊരു മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് നടക്കും. അന്തനെ ഇപ്പം നിങ്ങൾ ദൈവത്തിന് അകന്നു പോയെന്ന് വിചാരിച്ചോ? എന്തെങ്കിലും തരികട വീട്ടിൽ വന്ന് നിങ്ങൾ അകന്നു പോയെന്ന് വിചാരിച്ചോ?
എന്നിട്ട് അന്തനെ വഴി കാണിക്കണ ചിലപ്പോൾ നിങ്ങളുടെ അളിയനായിരിക്കും നിങ്ങൾ വഴി കാണിക്കുന്നത്, അല്ലെങ്കിൽ അയൽവാസി ആയിരിക്കും വഴി കാണിക്കുന്നത്. നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഉറപ്പിച്ചാലും ശരി നിൻ്റെ രാത്രിയാണ്. പക്ഷെ നീ ഉടമ്പടി ദൈവം വിശ്വസ്തനായത് കാരണം നീ അഴിഞ്ഞു പോകാൻ, എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. അച്ഛൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, എന്താ പറഞ്ഞെന്നറിയാവോ? അതായത് ഈ ഉടമ്പടിയുടെ ധ്യാനം അവിടെ ദൈവവചനം മാത്രമല്ല കൈകാര്യം ചെയ്യത്തുള്ളൂ. ഈ ദൈവവചനം മാത്രം കൈകാര്യം ചെയ്യുന്ന കാരണം ദൈവവചനത്തിൻ്റെ തന്നെ ക്വാളിറ്റേറ്റീവിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഇതുകൊണ്ട് പാസ്റ്റായിട്ടുള്ള ഉടമ്പടി ധ്യാനം, നേരത്തെ പണ്ട് നടന്ന ഉടമ്പടി ധ്യാനങ്ങളില്ലേ, ചിലരെ ദൈവം അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ മാറിയില്ലേ ഉടമ്പടിയുടെ? നമുക്ക് ഉടമ്പടിക്ക് എപ്പോഴും നമ്മൾ അവർക്ക് ഒരു പ്രസൻറ്റ് ഡയമെൻഷനിലെ സാധാരണ മനുഷ്യൻ്റെ വാക്കുകൾക്കുള്ള. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളി എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ജോളിയുടെ പ്രോബ്ലം എന്താ? ജോളിയുടെ പ്രോബ്ലം എന്ന് പറയണത് കോവിഡ് വന്നപ്പോൾ അവിടെ ഹോസ്റ്റൽ പൂട്ടിപ്പോയി. കോവിഡ് വന്നപ്പോൾ ഹോസ്റ്റൽ പൂട്ടിപ്പോയി, ജീവിക്കാൻ മാർഗ്ഗമില്ല. പക്ഷെ അവൾ ഉടമ്പടിയിലാണ്, അതാണ് സംഭവം. ഹോസ്റ്റൽ പൂട്ടി, ജീവിതമാർഗം പൂട്ടിയെങ്കിലും ജോളി ഉടമ്പടിയിലാണ്. അപ്പോൾ ഒരു ദിവസം പഴയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയ ധ്യാനം കൂടിയപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഫെബ്രുവരി 26, 27, 25, 26, 27 തീയതികളിൽ നീ അടഞ്ഞുപോയ നിൻ്റെ സ്ഥാപനം തുറന്നു വെക്കുക. ഒരു മെസ്സേജ് കൊണ്ട് പോക്കണ്ടില്ലേ? ഏതോ ഒരു ധ്യാനത്തിൽ അന്ന് കിട്ടിയ ദർശനമാണത്. എന്താ പറയണത്? ഫെബ്രുവരി 25, 26, 27 ഈ ദിവസങ്ങളിൽ നിൻ്റെ സ്ഥാപനം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം 3 ദിവസം തുറന്നു വെക്കണം. ആ കച്ചവടം പൂട്ടിപ്പോയായിരിക്കും കേസ് കേട്ടേ, അതിന് വിൽക്കാനേ പറ്റത്തുള്ളായിരിക്കും. പക്ഷേ സ്ഥാപനം നീ തുറന്നു വെക്കണം. 28-ാം തീയതി അത്ഭുതം കാണിക്കും കർത്താവ്, ഒരു മെസ്സേജാണ്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മദർ ബോർഡും ഹാൻഡ്സെറ്റും പോലുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അഭിഷേകം കൊടുക്കും ദൈവം. ഇത് നിന്നെക്കുറിച്ചുള്ള മെസ്സേജാണെന്ന് പറയും. അത് ജനറലായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ദൈവം അവരെ ഉദ്ദേശിക്കുന്നുണ്ട്, അവരെ ലീഡ് ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ ജോലി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ഞങ്ങളുടെ വീടിന് വേണ്ടി കർത്താവ് പറഞ്ഞ മെസ്സേജാണ്. അതുകൊണ്ട് ചേട്ടായി നമ്മുടെ ഹോസ്റ്റലിൽ പൂട്ടിപ്പോയതാണ്, നമ്മൾ തുറക്കാൻ പോയി. ഇത് കർത്താവ് നമുക്ക് തന്ന സന്ദേശമാണ്. അതുകൊണ്ട് 26, 27, 25, 26, 27 തീയതികളിൽ ഫെബ്രുവരി മാസം നമ്മൾ തുറന്ന് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലും. അങ്ങനെയാണ് മെസ്സേജ്, തുറന്ന് വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭർത്താവും ഇവരോട് ചോദിച്ചിട്ട് ഈ ഹോസ്റ്റൽ തുറന്നിടും. കർത്താവിൻ്റെ വചനമല്ലേ കേട്ടത്, ഹോസ്റ്റൽ തുറന്നിടും. കാരണം അവർക്ക് ഹോസ്റ്റൽ അങ്ങനെ എല്ലാവർക്കും തുറക്കാനൊന്നും പറ്റത്തില്ല. എന്താ കാര്യത്തിനാൽ ആർക്ക് വേണ്ടിയാണ് ദൈവം ആ മെസ്സേജ് ഉദ്ദേശിക്കുന്നത്, അവർ കേൾക്കുമ്പോഴാണ് അതിന് അഭിഷേകം കിട്ടുന്നത്. ഹിയറിംഗ് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ ഒരു വിഷയം അതാണ്. നമുക്ക് ഓൺ ദ സ്പോട്ടിലും കിട്ടും. അതുപോലെ ആരെയാണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊരു ഗൈഡഡ് പോലെയാണ്. മെസ്സേജ് ഗൈഡഡ് ചെയ്തിട്ട് അതിൻ്റെ ഉടമസ്ഥയിലേക്ക് ആ മെസ്സേജ് പോകും. അപ്പോൾ ജോളി ഹസ്ബൻഡിനോട് പറയും, ഇത് നമുക്കുള്ള മെസ്സേജാണ്, ധ്യാനം പഴയതായിരിക്കാം, പക്ഷേ മെസ്സേജ് നമുക്കുള്ളതാണ് എന്ന് കർത്താവ് അവർക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കും. ഇതിനിവിടെ ഫെബ്രുവരി 25, 26, 27 തീയതിയിൽ ഹോസ്റ്റൽ തുറന്നിട്ട് വിശ്വപ്രമാണം ചെല്ലുന്നുണ്ടവരും കൂടി. 28-ാം തീയതി എന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പറയണത്. 28-ാം തീയതി സന്ധ്യ വരെ ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കും, നമുക്ക് തോന്നിയായിരിക്കും അല്ലേ? അപ്പോൾ ഇല്ല ചേട്ടാ, ഈശോ പറഞ്ഞാണെന്ന് പറയും. അപ്പോൾ 28-ാം തീയതി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു 16 പിള്ളേരിങ്ങോട്ട് വന്നിട്ട് ഹോസ്റ്റൽ നിറഞ്ഞു. 16 കട്ടിലേ ഉള്ളു, 16 കട്ടിലും ആളായി. ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴയ ഒരു മെസ്സേജ് അവർക്ക് വേണ്ടി ദൈവം സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതാണ്. അവർ വിഷയം വന്നപ്പോൾ അവർക്കത് അഭിഷേകം കൊടുത്തിരിക്കണം, അവരത് കാണാനിടയാക്കും. അത് എപ്പോഴും ഇടയാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. നിൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഇടയാക്കും. എന്നെ ജെറമ്യാ എടുത്തേ 29:14 നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അതാണ് നിങ്ങൾ പറഞ്ഞ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പൊ അതായത് നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം തന്നെ, നമുക്ക് കണ്ടെത്താൻ പാടല്ലേ, അതുകൊണ്ട് ദൈവം തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു വല്ലാത്തൊരു ഗൈഡൻസാണ്. ഇതുകൊണ്ടാണ് നമ്മൾ കർക്കശമായിട്ട് വിശുദ്ധി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം. 2 ഭാര്യ 3 ഭാര്യ 5 ഭർത്താക്കന്മാരെ എങ്ങനെ ജീവിക്കാം. വിശുദ്ധി ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും സങ്കല്പത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശ്വാസം അവർ ജീവിക്കും. പക്ഷേ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ദൈവത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം സമീപസ്ഥനാണ്. സത്യസന്ധമായിട്ട്
അത് ഹൃദയം നുറുങ്ങിയവർ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 18 തിരുവചനം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതിന്റെ കൂടെയാണ് ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണുമെന്ന് പറയുന്നത്. ഇപ്പൊ ഹൃദയം നുറുങ്ങിയിരിക്കണം, പക്ഷേ ഹൃദയശുദ്ധിയില്ല, കാപട്യമാണ് കൈയിരിക്കണത്. അത് വർക്കൗട്ട് ചെയ്യണം നിർബന്ധമില്ല. സങ്കീർത്തനം 34:18 വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഹൃദയം നുറുങ്ങിയിരിക്കണം, സമ്മതിച്ച്, പക്ഷേ നിങ്ങളുടെ കൈയിരിക്കണ കാപട്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം വിശുദ്ധിക്ക് കവനൻ്റെ വർക്കൗട്ട് ചെയ്യാൻ ഒരു അവിഭാജ്യമായ അടിസ്ഥാന ഘടകമാണ് വിശുദ്ധി. അതുകൊണ്ടാണ് പറയണത്, കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് എന്താണ് പറഞ്ഞത്? സമയം പൂർത്തിയായിരിക്കുന്നു, അനുദപിക്കുക. ഇത് രണ്ടും ഒരു സംഭവമാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ വേറെ എന്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ സുവിശേഷത്തിൽ വിശ്വസിക്കണമെങ്കിൽ നീ അനുദപിക്കേണ്ടി വരും. ലോകത്തുള്ള എന്ത് പുസ്തകമാണെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണമെങ്കിൽ യു മസ്റ്റ് റിപ്പന്റ്. പ്രാർത്ഥിക്കുക, കർത്താവേ അനുദപിച്ചുകൊണ്ട് അങ്ങയുടെ വചനത്തിലെ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ച് ജീവിക്കാൻ അഭിഷേകം ചെയ്യട്ടെ.